ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൃശ്ചിക 1-ാം തീയതിയാണ്. അപ്പം എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട്, അത് ഞാൻ പിന്നാലേക്ക് പോസ്റ്റ് ചെയ്യണതാട്ടാ. അപ്പം ഞാൻ എന്തായാലും കിടന്നിട്ട് മലയ്ക്ക് കുളിച്ചതിന് ശേഷം എൻ്റെ ഒരു ഡേ റൂട്ടീൻ ഞാനൊന്ന് ഇടാനെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പം ഇരിക്കണ ഒരു ഇരിപ്പാണ്. ഇന്ന് 1-ാം തീയതി കാരണം കിടന്നെ വണ്ടി എടുക്കാൻ പോകണമായിരുന്നു. ഒരു 4-5 ദിവസമായിട്ട് ആള് ലീവായിരുന്നു. ഞങ്ങള് പഴനി യാത്രയൊക്കെ ആയിട്ട് ലീവ് എടുത്തേക്കായിരുന്നു. ഇപ്പോഴാണ് കയറിയേക്കണേ കേട്ടാ. അപ്പോൾ ആള് പുലർച്ചയ്ക്ക് വിളക്ക് വെച്ച് പോയി. അപ്പം ഞാനിന്നൊരു ആള് പോയതിന്റെ പിന്നാലെ തന്നെ എൻ്റെ ഉറക്കം പോയിട്ട് അങ്ങനെ ഞാൻ കിടക്കുകയായിരുന്നു. നല്ല മഞ്ഞ് കാരണം പുറത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 6:30 ആയിന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നേരെ എന്താ ഒന്ന് വിളക്ക് വെക്കണം, നിലവിളക്ക് കത്തിക്കണം. കാരണം ഇന്ന് വൈകിട്ട് ഞാൻ പോകും. അപ്പോൾ വൈകിട്ട് വിളക്ക് വയ്ക്കാനായിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് രാവിലെ നിലവിളക്ക് കത്തിക്കാമെന്ന്. അപ്പം ഇന്ന് നേരെ പോയി കുളിക്കണം, ഇവിടെ അടിച്ചു വരുന്നു, തുടയ്ക്കണം. അപ്പോഴേക്കും നേരമാവും തോന്നുന്നു, 7 മണിയാവും. അപ്പം അങ്ങനെ നീണ്ട കോട്ടുവായ്ക്കൊക്കെ ശേഷം ഒരു സൈഡിൽ നിന്ന് പണികൾ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. റൂമിൽ നിന്ന് തന്നെ അടിച്ചു വാരി, ഞങ്ങളുടെ റൂമിൽ നിന്ന് അടിച്ചു വാരി തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ പിന്നെ എല്ലാ പണികളും അങ്ങനെ പൊക്കോളും. അപ്പോൾ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ഒന്നും അടിച്ചെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്, സ്റ്റെപ്പെല്ലാം. അതെല്ലാം ഇന്നലെ കഴുകിയിട്ടതാണ്. എന്നാലും ഒരു സംതൃപ്തിക്ക് ഒന്നുകൂടി കഴുകിയിട്ടു. പിന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചുകൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ താരൻ്റെ ചൂർണമൊക്കെ തലയിലിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും കിണറ്റുംകരയിൽ നിന്നിട്ടാണ് തല കഴുകാറ്, കാരണം ഇഷ്ടംപോലെ വെള്ളം കോരി കുളിക്കാമല്ലോ. ഞാൻ എന്ത് പണി ചെയ്താലും എൻ്റെ കൂടെ വന്ന് കുളിക്കുമ്പോഴും എന്ത് പണി ചെയ്താലും അലക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണതായിട്ട് എൻ്റെ പൂച്ചക്കുട്ടികൾ. ഇതെല്ലാം കഴിഞ്ഞ് ചാണകവെള്ളം വീടിനകത്തൊക്കെ പനിനീരെല്ലാം തെളിക്കുകയാണ്. വിളക്ക് കത്തിക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുന്ന പരിപാടികളായിട്ടതൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിലത്തെ വീട്ടിൽ കിരൺചേട്ടൻ്റെ തറവാട്ടമ്പലം ഉണ്ട്. ശരിക്കും അത് എക്സാക്റ്റ് തറവാട്ടമ്പലമല്ല, കിരൺചേട്ടൻ്റെ അമ്മയുടെ ആ ഒരു വഴി വരുന്ന ഒരു തറവാട്ടമ്പലമാണ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, എന്തായാലും മലയ്ക്ക് ആൾ പോകണതല്ലേ, അപ്പോൾ അവിടെ പോയിട്ട് ഇത്തിരി വിളക്കെണ്ണയും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ആയുർവേദ മരുന്നിന് നമുക്ക് മൂക്കിൽ കൂടിയും കുറച്ച് മെഡിസിനൊക്കെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അമ്പലത്തിൽ പോയപ്പോൾ ഫോൺ കൈ പിടിക്കാത്ത കാരണം ആ ക്ലിപ്പ് ഇതിൽ ആഡാക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ വേഗം അമ്പലത്തിലെല്ലാം പോയി കൊടുത്തതിന് ശേഷമാണ് വന്ന് ഈ മരുന്നൊക്കെ ഒഴിക്കണേ കേട്ടോ. ഇതിന് ശേഷം ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീട്ടിൽ പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഫുഡും കഴിച്ച് നമ്മൾ ചോളം പുട്ടും പഴം പുഴുങ്ങിയതായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഉടുമ്പും കുഞ്ഞനും കൂടി കടിപിടി കൂടുന്നതാണ്. ഇത് ഇവിടെ സ്ഥിരമുള്ളതാണ്. ഇവിടെ നിറച്ച് ഉടുമ്പായിരിക്കും ഈ ഭാഗത്തിട്ടാ. നമുക്ക് കണ്ട് ശീലമായി. പിന്നെ വേഗം ഡ്രസ്സുകളെല്ലാം ഒന്ന് കഴുകിയിടുന്നുണ്ട്. ഈ പുതപ്പൊക്കെ കിരഞ്ഞെന്നെ കൊണ്ടുപോകാനുള്ള പുതപ്പാണ് മലയ്ക്ക് പോകുമ്പോൾ. പിന്നെ പാത്രങ്ങളെല്ലാം വേഗം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയുക, പാത്രങ്ങളെല്ലാം ഒതുക്കി കമത്തി വെച്ച് അതുമേ കൂടെ ഒക്കെ ഒരു തുണിയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്, പൊടിയൊന്നും മേളിക്ക് അടിക്കാണ്ടിരിക്കാൻ. ശരിക്കും ഒരാഴ്ചത്തെ കാര്യമുള്ളൂ. പക്ഷെ എനിക്ക് ഇത്തിരി മറ്റേ OCD പ്രശ്നം എന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം ഒതുക്കി, അടക്കള ഒതുക്കി, അതേപോലെ ഒരു മേശമ ഫുള്ള് നമ്മളിങ്ങനെ പാത്രങ്ങൾ കമത്തി അതുമേ തുണിയിട്ട് മൂടി വെച്ചേക്കാണ്, പൊടിയൊന്നും വീടാണ്ടിരിക്കാൻ. എന്താണെന്നറിയില്ല, ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വീട്ടിൽ നിന്ന് മാറിക്കേണ്ട ഒരു സമയം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ല വിഷമം തോന്നുക. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഞാൻ പോവാറാകുമ്പോഴേക്കും കുഞ്ഞിനൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു നേരത്ത് പോകാൻ വിചാരിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടായ പോലെ തോന്നണതാണ്, പക്ഷെ അധികം ഇരുട്ടായിട്ടൊന്നുമില്ല. അങ്ങനെ വീടിനോടൊക്കെ താറ്റ പറഞ്ഞ് ഭാണ്ടക്കെട്ടും പിറക്കി ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി വീട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോ.